ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 10th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഇക്കായി 4 ലെസൺ 11 ശ്രീ സുകേഷ് നൗഡിയാളിൻ്റെ വസന്ത് മേരെ ഗാവ് കാ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ പാർട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പാർട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത പറയാം. നമ്മുടെ വീഡിയോ ക്ലാസ് ഹിന്ദി അധ്യാപകൻ്റെ മുൻപിൽ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, കയ്യിൽ ഒരു പേനയോ പെൻസിലോ കരുതുക. പഠിപ്പിക്കുന്ന സമയത്ത് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് അറിയാൻ വയ്യെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, മുകളിൽ അതിൻ്റെ മീനിങ് എഴുതിയെടുക്കുക. ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാർട്ട് 2 എന്ന് പറയുന്നത് ദൂസര त्योहार उधर बच्चे फूलदेई के जश्न में शामिल होते हैं और इधर बड़े ढोल टमाऊ की थाप पर चैती गीत गाते हैं എന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വസന്ത് മേരെ ഗാവ് കാ പാർട്ട് 2. उधर बच्चे फूलदेई के जश्न में ഷാമിൽ ഹോത്തെ ഹേ. ഒരു ഭാഗത്ത് കുട്ടികൾ ഫൂൽദേയി ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. और इधर बड़े ढोल टमाऊ की धाप पर चैती गीत गाते हैं. മറ്റൊരു ഭാഗത്ത് വലിയ വാദ്യ മേളങ്ങളോടുകൂടി ചൈത്രമാസത്തിലെ പാട്ടുകൾ പാടുന്നു. ഇൻ ഗീതോമേം, ഈ പാട്ടുകളിൽ പാണ്ഡവോം കി ഹിമാലയ യാത്രയ്ക്ക് ഹിസ്സേ ഹോത്തെ ഹേ. ഈ പാട്ടുകളിൽ പാണ്ഡവന്മാരുടെ ഹിമാലയ യാത്രയുടെ കഥയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. और पहाड़ के वीरों की शौर्य गाथाएं भी शामिल होती है. പർവ്വതത്തിലെ വീരന്മാരുടെ ശൗര്യം നിറഞ്ഞ പാട്ടുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. परंपरागत रूप से चैती गीत गाने वाले औजी जब गांव में धमकते हैं तो वहां भीड़ जम जाती है. പരമ്പരാഗത രൂപത്തിൽ ചൈത്തി ഗാനങ്ങൾ പാടുന്ന ഔജികൾ ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ, ഗാവ്മേം ധമക്തേ ഹേ, ഗ്രാമത്തിൽ അവർ സന്നിഹിതരാകുമ്പോൾ, തോ വഹാം ഭീഡ് ജം ജാത്തി ഹേ, അപ്പോൾ അവിടെ ജനത്തിരക്ക് വർദ്ധിക്കും. വസന്തുമേം സംഗീത് കെ സുർ ഖുൽ ജാത്തെ ഹേ. വസന്തകാലത്ത് സംഗീതത്തിന്റെ ആഘോഷങ്ങൾ അവിടെ ആരംഭിക്കും. വസന്ത് കി ഗുൻഗുനി ധൂപ്പ് ജബ് ദോപഹരി മേം തപാനെ ലഗ്തി ഹേ. വസന്തകാലത്തിലെ വെയിലിന്റെ ചൂട്, ഉച്ചസമയത്തുള്ള ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. तब ऊंचे हिमालय शिखरों पर बुराംസ് ചട്കനെ ലഗ്തേ ഹേ. അപ്പോൾ ഹിമാലയത്തിന്റെ ശിഖരങ്ങളിൽ ബുറാംസ് ചട്കനെ ലഗ്തേ ഹേ, പുഷ്പങ്ങൾ വിരിയാൻ തുടങ്ങുന്നു. ബുറാംസ് കെ ഫൂൽ പഹാഡോं पर शानदार लालिमा बिछा देते हैं. ബുറാംസ് പുഷ്പങ്ങൾ പർവ്വത പ്രദേശങ്ങളിൽ വളരെ മനോഹാരിത പരത്തുന്നു. മകരസംക്രാന്തി സേ തപ്താ സൂരജ് अब नंद पर्वत से चौगंभा पर्वत की ओर बढ़ने लगता है. മകരസംക്രാന്തി മുതൽ സൂര്യൻ നല്ല ചൂടോടുകൂടി നന്ദാപർവ്വതത്തിൽ നിന്ന് ചൗകംഭ പർവ്വതത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഗംഗാമേം പാനി കി ധാര തേജ് ഹോ ജാത്തി ഹേ. ആ സമയത്ത് ഗംഗാ നദിയിലെ പ്രവാഹം വളരെ വേഗത്തിലാകുന്നു. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशु चारक वापस घरों को लौटने लगते हैं. തണുപ്പ് കാലത്ത്, ഡണ്ട് കെ മൗസമേം, തണുപ്പ് കാലത്ത്
ബർഫീലെ ഇലാക്കോം സേ മഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് നിച്ചലെ ഇലാക്കോമേം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉദരെ പശുചാരക് ഇറങ്ങിപ്പോയ ഇടയന്മാർ, പശുചാരക് മാനെ ഇടയന്മാർ, വാപ്പസ് ഘരോംകോ ലൗട്ട്നെ ലഗ്തേ ഹേ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി വരാൻ തുടങ്ങുന്നു. മഹീനോം തക്ക് ഫൈലെ ചരാഗാഹും ഘനെ ജംഗളും और അൻജാൻ ബസ്തിയോ മേം ഭടക്നെ കെ ബാദ് മാസങ്ങളോളം ഫൈലെ ചരാഗാഹും മാസങ്ങളോളം വ്യാപിച്ച മേച്ചിൻപുറങ്ങളും, ചൗരാഗാഹുമനി മേച്ചിൻപുറങ്ങളും, ഖനേജങ്ങളും നിബിഡ വനങ്ങളും, അവർ അൻജാൻ ബസ്തിയോമേം ഭടക്കനെ കെ ബാദ് അറിയപ്പെടാത്ത ഗ്രാമങ്ങൾ തോറുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം അപ്പനെ ഘർ ലൗട്ട്നെ കി ഖുശി ഉത്സവ് കാ മാഹോൽ രച്ച് ദേത്തി ഹേ തങ്ങളുടെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരുന്ന മഹത്തായ ഉത്സവം അവർ ആഘോഷിക്കുന്നു. വേ ഗീത് ഗാത്തേ ഹേ നാച്ചത്തെ ഹേ അവർ പാട്ടുപാടുന്നു, നൃത്തം ചെയ്യുന്നു. പശു ചാരകോं के साथ उनकी भेड़ बकरियां, घोड़े, खच्चर और कुत्ते भी होते हैं. ഈ ആട്ടിടയന്മാരോടൊപ്പം ഉൻകി ഭേഡ് ബക്കരിയാം അവരുടെ ആടുമാടുകളും, ഘോഡേ കച്ചർ കുതിരകളും, അവർ കുത്തേ ഭി ഹോത്തേ ഹേ അവരുടെ സംരക്ഷണത്തിനായിട്ട് പട്ടികളും ഉണ്ടായിരിക്കും. രാസ്തേമേം ആനെ വാലെ ഗാവോം സേ ഉൻകാ ലേൻ ദേൻ ഭി ഹോത്താ രഹതാ ഹേ വരുന്ന മാർഗത്തിൽ ഗാവോം സേ ഉൻകാ ലേൻ ദേൻ ഭി ഹോത്താ രഹതാ ഹേ വരുന്ന വഴിയില് അവരുടെ കച്ചവടവും നടത്തിയാണ് അവര് വരുന്നത്. ജാൻവരോം കെ സാത്ത് സാത്ത് അവർ മൃഗങ്ങളോടൊപ്പം കീടാജടി, കരൺ ഔർ ചുരു ജൈസി ദുർലഭ ഹിമാലയി ജഡി വ ഔഷധിയാം ഭി ബെച്ചുതേ ഹേ അവർ ആടുമാടുകളെ വിൽക്കുന്നതോടൊപ്പം ഹിമാലയത്തിൽ മാത്രം കണ്ടുവരുന്ന ചില ഔഷധ ചെടികളും വേരുകളും ഒക്കെ അവർ ആ കൂട്ടത്തിൽ വിറ്റ് വരുന്നു. എൻഗാവോം സേ എൻഗാ സദിയോം കാരിസ്താഹേ ഈ ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധങ്ങളുണ്ട്. ഇസ്ലിയെ ഉസി വക്ത് പൂരി കീമത്ത് ചുഗാന ജരൂരി നഹി ഹോത്ത അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് മുഴുവൻ വിലയും തിരിച്ചു കൊടുക്കുവാൻ, ചുഗാന എന്ന് പറഞ്ഞാൽ വീട്ടുക, മുഴുവൻ വിലയും വീട്ടുവാനുള്ള അവസരം അവർക്ക് കിട്ടുമായിരുന്നില്ല. ബർഫീലെ മൗസമ്മേ നിച്ചലെ ഇലാക്കും കി ഓർ ജാത്തെ വക്ത് മഞ്ഞു നിറഞ്ഞ കാലത്ത് താഴെ ഉള്ള പ്രദേശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പൂരി വസൂൽ കി ജാത്തി ഹേ അവർ നേരത്തെ വാങ്ങിയിരിക്കുന്ന കടങ്ങൾ മുഴുവനും വീട്ടി വരുന്നു. മജേക്കി ബാത്ത് ഹേ ഇങ്ങനെ പറയുമ്പോൾ രസകരമായ ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? നക്കദ് ഉദാർ കെ ആങ്കടെ കഹീം ദർജ് നഹി ഹോത്തെ അവർ കടം വാങ്ങുകയും കടം കൊടുക്കുകയും ചെയ്യുന്ന ആ കണക്കുകൾ ഒരു സ്ഥലത്തും അവര് ആങ്കടെ കഹീം ദർജ് നഹി ഹോത്തെ ഒരു സ്ഥലത്തും അവർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. പക്ഷേ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും അവർക്ക് തികഞ്ഞ ഒരു സത്യസന്ധത പുലർത്തിയിരുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. ഈ സെക്കൻഡ് പാർട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നന്ദി.